السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 180-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ് വമാ കാനല്ലാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബി വലാകിന്നല്ലാഹ യജ്തബീ മിർ റസുലിഹി മൻ യശാ ഫആമിനൂ ബില്ലാഹി വറസുലിഹി വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലക്കും അജ്റുൻ അദീം. മാ കാനല്ലാഹു, മാ കാന അല്ല, ആയിട്ടില്ല, ആയിരുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മാ കാനല്ലാഹു, അല്ലാഹു ആയിട്ടില്ല, ആയിരുന്നില്ല, ആവുകയില്ല. ലിയദറൽ മുഅ്മിനീന, ലിയദറ വിട്ടേക്കുക, ഉപേക്ഷിക്കുക, അൽ മുഅ്മിനീന സത്യവിശ്വാസികളെ. അല്ലാഹു തആല സത്യവിശ്വാസികളെ ഉപേക്ഷിക്കുകയില്ല, വിട്ടുകളയുകയില്ല. അലാമ അൻതും അലൈഹിം, അലാമ യാതൊന്നിൽ, അൻതും നിങ്ങൾ, അലൈഹി അതിൽ, നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് എന്ന് അറിയാതെ നിങ്ങളെ അങ്ങനെ വെറുതെ വിടുകയില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏതവസ്ഥയിലാണ്, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളെ തിരിച്ചറിയുന്നത് വരെ നിങ്ങളെ അങ്ങ് വിടുകയില്ല. ഹത്താ യമീസ, അവൻ വേർതിരിക്കുന്നത് വരെ, അൽ ഖബീസ ചീത്തയായത്, മിനത് തയ്യിബി നല്ലതിൽ നിന്ന്, നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുന്നത് വരെ നിങ്ങളെ എല്ലാവരെയും അങ്ങനെ അങ്ങ് വിടും എന്ന് നിങ്ങൾ കരുതണ്ട. അപ്പം നല്ലവരാരൊക്കെയാണ് കെട്ടവരാരൊക്കെയാണ് എന്ന് അവൻ തിരിക്കുന്നത് വരെ നിങ്ങളെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളെല്ലാവരും വിശ്വാസികൾ തന്നെ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയില്ല എന്നും. മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ അല്ലാഹു വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അലാ മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് എന്നറിയുന്നത് വരെ. ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബി, നല്ലതും ചീത്തയും, നല്ലവരെയും മോശപ്പെട്ടവരെയും ആരൊക്കെയാണ് എന്ന് തിരിക്കുന്നത് വരെ അല്ലാഹു നിങ്ങളെ വിടുകയില്ല. വമാ കാനല്ലാഹു, അല്ലാഹു അല്ല, ലിയുത്ലിഅക്കും നിങ്ങൾക്ക് വെളിവാക്കി തരുകയില്ല,
അലൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഈ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു വെളിവാക്കി തരികയില്ല. ഒമാ കാന അല്ലാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബി. അപ്പോൾ എല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള രഹസ്യങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകൾ, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ വന്ന് ലഭിക്കുകയില്ല. പിന്നെ അവൻ്റെ നടപടിക്രമം വലാക്കിൻ അല്ലാഹ, എന്നാൽ അള്ളാഹു യജ്തബി, അവൻ തിരഞ്ഞെടുക്കുന്നു, മിൻ റുസുലിഹി, തൻ്റെ ദൂതന്മാരിൽ നിന്ന്. അപ്പോൾ അവന് ഒരു പട്ടികയുണ്ട് ദൂതന്മാരുടെ. അപ്പോൾ ദൂതന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. മയ്യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തിരഞ്ഞെടുക്കുന്നു. ഫാമിനു ബില്ലാഹി, അപ്പോൾ നിങ്ങൾ വിശ്വാസികൾ, ഫാമിനു ബില്ലാഹി വ റുസുലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. വൈൻ തൂമിനു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വത്തത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതാണ് സൂക്ഷ്മത കൈക്കൊള്ളുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മുത്തഖീങ്ങളാകുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുമ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ, ഫലക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അജ്റുൻ അദീം, മഹത്തായ അതിമഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഭൂമുഖത്തുള്ള മനുഷ്യരെയെല്ലാം അല്ലാഹു തആല അനുനിമിഷം ടെസ്റ്റിങ്ങിലാണ്. അത് ദിനരാത്രങ്ങളിൽ അങ്ങനെ അങ്ങ് ഒഴിച്ചു വിടുന്നില്ല, അവനെ ഉറങ്ങുമ്പോൾ പോലും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റിംഗ് സംവിധാനത്തിന് കീഴിലാണ്. ഇപ്പോൾ ബാങ്കിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ എഴുതി വച്ചേക്കുന്നത്, ഈ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, 24 മണിക്കൂറും നിങ്ങൾ CCTV നിരീക്ഷണത്തിൽ. പറഞ്ഞാൽ നിങ്ങളവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പം ചെയ്യുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം അവർ ഒരുക്കി വച്ചിരിക്കുന്നു. ഈ ദുർബലനായ ചത്തുപോകുന്ന മനുഷ്യനെ കൊണ്ടുപോലും ഇങ്ങനെ പറ്റുമെങ്കിൽ, ചാവാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന് അവൻ്റെ സംവിധാനം എത്ര സോഫിസ്റ്റിക്കേറ്റായിട്ട് നിർമ്മിക്കാനും അത് രൂപകൽപ്പന ചെയ്യുവാനും അത് ശേഖരിച്ചു വയ്ക്കുവാനും നിലനിർത്തുവാനും സാധിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു രീതിയിലും നമ്മളെ വെറുതെ ഈ ഭൂമുഖത്ത് വിട്ടിരിക്കുകയാണെന്ന് ഒരു പ്രവാചകന്മാരും വിചാരിക്കേണ്ട, ഒരു ഫറോമാരും വിചാരിക്കേണ്ട, ഒരു പാവപ്പെട്ടവനും വിചാരിക്കേണ്ട, ഒരു പണക്കാരനും വിചാരിക്കേണ്ട. എല്ലാവരും CCTVയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്. ഓൺ നോ അക്കൗണ്ട്സ് വിൽ ഹാവ് ലീവ് ദ ബിലീവേഴ്സ്, ഒരു കാരണവശാലും വിശ്വാസികളെ വിടുകയില്ല. ഇൻ ദ കണ്ടീഷൻ വിച്ച് യു ആർ, നിങ്ങൾ എങ്ങനെയാണ് എന്നറിയുന്നത് വരെ ആ അവസ്ഥ എന്താണെന്ന്. അൻടിൽ ഹി ഡിസ്റ്റിങ്വിഷസ് ദ വിക്കറ്റ് ഫ്രം ദ ഗുഡ്, നല്ലവരാരാണെന്നും മോശപ്പെട്ടവരാരാണെന്നും അവൻ വേർതിരിക്കും. നോർ ഈസ് അല്ലാ ഗോയിങ് ടു റിവീൽ യു ദ അൺസീൻ, അദൃശ്യകാര്യങ്ങൾ എല്ലാം നിങ്ങളെല്ലാവരെയും അങ്ങനെ അറിയിക്കുന്ന നടപടി അള്ളാഹുവിനില്ല. ബട്ട് അല്ലാഹ് ചൂസസ് ഓഫ് ഹിസ് മെസ്സഞ്ചേഴ്സ്, എന്നാൽ അല്ലാഹു തആല അവൻ്റെ ദൂതന്മാരെ അവൻ തിരഞ്ഞെടുക്കുന്നു. ഹും ഹി പ്ലീസസ്, അതിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ അവൻ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഒരാൾക്ക് വെളിപാട് നൽകി മറ്റേയാളെ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചു. അവൻ അത് കാറ്റഗറൈസ് ചെയ്യും, ഏതൊക്കെ വിഭാഗത്തിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തിരഞ്ഞെടുത്ത് അവൻ്റെ വചനം അവർക്ക് നൽകി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. Therefore believe in Allah, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കൂ. ആൻഡ് ഹിസ് മെസ്സഞ്ചേഴ്സ്, അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കൂ. മുൻകഴിഞ്ഞു പോയ എത്രയോ ദൂതന്മാർ അപ്രകാരം വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുക. മുൻകാലങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ കാലഘട്ടത്തിൽ അതില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആൻഡ് ഇഫ് യു ബിലീവ് ആൻഡ് ഗോഡ്, ഇനി നിങ്ങൾ വിശ്വസിക്കുകയും ഗോഡ് യുവേഴ്സെൽവ്സ് അഗൻസ്റ്റ് ഈവിൾ, തിന്മയ്ക്കെതിരിൽ നന്മ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, then you shall have a great reward,
അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിമഹത്തായ ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ്. Allah shall ever try his servants. അള്ളാഹുത്താല എപ്പോഴും അവൻ്റെ ദാസന്മാരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Allah shall ever try his servants as to know whom among they are really sincere. ഇവരിൽ ആരാണ് യഥാർത്ഥമായിട്ട് സിൻസിയറായിട്ടുള്ളവർ. അവനോട് കൂറ് പുലർത്തുന്ന, അവൻ്റെ കൽപ്പനയ്ക്ക് വിലയും നിലയും കൊടുക്കുന്ന, അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് അനുനിമിഷം അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ക്യാമറയ്ക്കകത്താണ്, ക്യാമറയിലുണ്ട് എന്ന കാര്യം വിശ്വാസികൾ മറന്നു പോകരുത്. വിശ്വാസികളല്ല എങ്കിൽ മറന്നു പോകും. നമുക്ക് അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മൾ അടുക്കും ചിട്ടയും ഉള്ളതാക്കിക്കൊള്ളണം. അവരെല്ലാം പ്ലാനിങ് അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും അപ്രകാരം പ്ലാനിങ് അനുസരിച്ച് നിങ്ങളുടെ ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്നിപ്പം നമ്മൾ പ്രഭാതത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പ്രഭാതവും ഈ ദിനവും നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് സത്യവിശ്വാസികൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതം അനുഗ്രഹമായിരിക്കണം. ഈ പ്രഭാതം അനുഗ്രഹമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു തആല കൂരി ഇരുട്ട് പിടിച്ച ഒരു ദിനത്തെ നമുക്ക് സമ്മാനിച്ചു. നമ്മൾ സുഖമായ നിദ്രയിലായിരുന്നു. അവിടെ നിന്നും ഇതാ നമ്മൾ മെല്ലെ മെല്ലെ അവൻ നമ്മെ പ്രഭാതത്തിലേക്ക് കൊണ്ടുവരുന്നു. ആരാണ് ഈ പ്രഭാതം തരുന്നത്? എന്നിട്ട് പകൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം അവൻ അതിൻ്റെ കൃത്യനിഷ്ഠ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും നമുക്കൊരു കൃത്യനിഷ്ഠയില്ലാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ നല്ലവരെയും കെട്ടവരെയും, ഈ അനുസരണയുള്ളവരെയും അനുസരണ ഇല്ലാത്തവരെയും, തോന്നുന്നത് പോലെ ചെയ്യുന്നവരെയും ഒക്കെ ഒന്ന് തിരിച്ചറിയാതെ അവൻ വിടുമെന്ന് വിചാരിക്കുന്നുണ്ട്. Allah shall ever try his servants as to know whom among them are really sincere. അതുകൊണ്ട് യഥാർത്ഥമായ നിഷ്കളങ്കരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അല്ലാഹു തആല പരീക്ഷിക്കാതെ വിടില്ല. വീക്ക് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ദുർബലരായ ആളുകൾ ആരൊക്കെയാണ്? ഹിപ്പോക്രൈറ്റ്സ്, കപട വിശ്വാസികൾ ആരൊക്കെയാണ്? ഓർ പ്ലെയിൻ ഇൻഫിഡൽസ്, അല്ലെങ്കിൽ തുറന്ന ഇൻഫിഡൽസ്, ദൈവനിഷേധികൾ. എന്തൊരു ദൈവം! അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ആരൊക്കെയാണ് എന്ന് അല്ലാഹു തആല അതൊന്ന് പരീക്ഷിച്ചും കറക്റ്റാക്കി അവരെ കൊണ്ട് തന്നെ അതിൻ്റെ സാക്ഷികളാക്കുന്ന അത്ഭുതകരമായ നടപടിക്രമം ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ, നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ അപ്രകാരം നടത്തപ്പെട്ട അതിപ്രഗത്ഭരും കഴിവുറ്റവരും എന്നൊക്കെ കരുതിയിരുന്ന ആളുകളെല്ലാം ഈ മണ്ണ് കൊണ്ടുപോയി. അവരെ ഈ മണ്ണിൻ്റെ മുകളിലിരുന്ന് അഹങ്കരിച്ച എല്ലാവരെയും അവൻ തിന്ന് ഒടുക്കി. ഇനി അഹങ്കരിക്കാത്തവർ, അവർ വളരെ ആദരവോടുകൂടി ഈ ഭൂമിയിലൂടെ നടക്കുമെന്നും ഭൂമിയും അവരെ വളരെ ആദരപൂർവ്വം സ്വീകരിക്കുമെന്നും പറയപ്പെടും. എല്ലാം അത്ഭുതമെന്നല്ലാതെ എന്ത് പറയാനാണ്? ടുഡേ വൺ ക്യാൻ മേക്ക് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. അസാധാരണമായ വാദമുഖങ്ങൾ ഇന്ന് ആളുകൾക്ക് വയ്ക്കാം. ദാറ്റ് ഹി ട്രൂലി ബിലീവ്സ് ഇൻ അല്ലാഹ്. എന്താ പറയുക? ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വാദത്തിന് വേണ്ടി എനിക്കറിയാം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ആൻഡ് ഹിസ് പ്രോഫറ്റ്, ഞങ്ങൾ പ്രവാചകനിൽ വിശ്വാസമാണ്. ബട്ട് ആഫ്റ്റർ സം ഡേയ്സ് അങ്ങനെ വിശ്വസിച്ചു. അല്ലാഹുവിനെയും വിശ്വസിച്ച് പ്രവാചകനെയും വിശ്വസിച്ചു. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആഫ്റ്റർ സം ഡേയ്സ്, കുറേ ദിനങ്ങൾ പിന്നിട്ടു, അല്ലെങ്കിൽ മന്ത്സ്, അല്ലെങ്കിൽ മാസങ്ങൾ പിന്നിട്ടു, ഓർ ഇയേഴ്സ്, അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിട്ടു, ദിസ് ക്ലെയിം ക്യാൻ അൾട്ടർ. ഈ വാദത്തിന് ചെറിയ മാറ്റങ്ങൾ, അൾട്ടർ, അല്പം ഭേദപ്പെടുത്താൻ തുടങ്ങും.
എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ഭക്തിമാർഗം ആകുമ്പോഴത്തേക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇച്ചിരി മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ടായാലും അവർ പള്ളിയിലോട്ടൊക്കെ നിസ്കരിക്കാൻ പോകാൻ. പിന്നീട് എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ അതിൽ നിന്ന് മുങ്ങാൻ തുടങ്ങും. പിന്നെ ആളുകൾ വിളിച്ചുണർത്തണം. വിളിച്ചുണർത്തിയാലും അത്ര സുഖകരമായ നിലയിലല്ല ഉണരുന്നതും വരുന്നതും. ഇത് ഓരോ വ്യക്തിയും അവർ സ്വയം അതിനു വേണ്ടി തയ്യാറാകുന്നതിനാണ് റിവാർഡ്. അടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നതിനൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. അതെല്ലാം പരിശോധനാ വിധേയമാക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുടെ ആളുകൾ ആരാണ് എന്നും അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആരാണെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാരാണെന്നും ആരും ബോധ്യപ്പെടുത്തേണ്ട. അവനത് ബോധ്യമായിക്കോളും. അവനിതെല്ലാം സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസിയാണ് എന്ന് പറയുന്നവന് ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ അവൻ മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിൽ നിന്ന് പഴയ ആ ഊർജം ഇല്ലാതെ വരും. ചിലർ വാദം പറയുന്നത്, ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ തന്നെ എൻ്റെ ജീവിതം ചെലവഴിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ വലിയ വാദമുഖങ്ങൾ ഉന്നയിക്കും. എന്നാൽ അള്ളാഹിൻ്റെ ദീനിന് സഹായമായ എന്ത് കാര്യം താൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എത്രയോ പേര് ഒറ്റപ്പെട്ട് ഓരോരോ സ്ഥലങ്ങളിൽ അവർ ഇങ്ങനെ കഴിയുന്നു. അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യത്തിന് സഹായകമായ നിലയിൽ എന്ത് കാര്യം ചെയ്യുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എന്ത് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണെന്നും നമ്മുടെയൊക്കെ സ്വന്തം ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ആണ് നമ്മൾ കഴിയുന്നതെന്നും അള്ളാഹുടെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ചല്ല. ആണെങ്കിൽ അള്ളാഹിൻ്റെ ദൂതൻ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിയണം, ഈ ദീനിനെ ഹയാത്താക്കണം. ഇപ്പോൾ അങ്ങ് ആഫ്രിക്കയിൽ നിന്നുകൊണ്ട് പറഞ്ഞ് ആകപ്പാട് കേരളത്തിലും തമിഴ്നാട്ടിലും ഓരോ പള്ളി അള്ളാഹു തആല കൊടുത്തു, ഓരോ ആരാധന. എന്നിട്ട് കുറേ വിശ്വാസികളെയും കൊടുത്തു. ഇതിലാരാണ് ഇതിനു വേണ്ടി നിലകൊള്ളുന്നത് എന്ന് അവൻ പരീക്ഷിക്കാതെ നമ്മളെല്ലാം വിശ്വാസികളാണ്. ഈ രണ്ടെണ്ണത്തിനെ അനാഥമാക്കിയിട്ട് വെച്ച് ഭയങ്കര വിശ്വാസികളാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിൻ്റെയും നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് അതിനെ സമീപിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്നും നല്ലതുപോലെ അറിയാവുന്നവനാണ് അള്ളാഹു. അതാണ് ഹസരത്ത് ഖലീഫത്തുള്ള ഇതിന് വിശദീകരണമായിട്ട് പറയുന്നു. ആഫ്റ്റർ സം ഡേയ്സ്, കുറേ ദിനങ്ങൾ പിന്നിടുമ്പോൾ, മന്ത്സ് ഓർ ഇയേഴ്സ് അല്ലെങ്കിൽ മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുമ്പോൾ, ദിസ് ക്ലെയിം ക്യാൻ ആൾട്ടർ, ഈ വാദത്തിന് ദൃഢമായി വാദിച്ചിരുന്ന ഈ വാദത്തിന് മെല്ലെ അയവ് വരുന്നു, അല്പം ഭേദഗതിയൊക്കെ വരുത്തുന്നു. ടിൽ ഫൈനലി, ഒടുവിൽ എന്തായിത്തീരുന്നു? ഓവർലോഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ട്രയൽസ്, അവന് വഹിക്കാൻ വയ്യാത്ത നിലയിലേക്ക് എത്തുന്നു. എല്ലാം പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം. ഇതെല്ലാം കാണുമ്പോൾ പെർസിക്യൂഷൻസ്, അതുപോലെ പീഡനങ്ങൾ, ആൻഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, ഹീ ലോസസ് ട്രസ്റ്റ് ഇൻ അല്ലാഹ്. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസമേ നഷ്ടമാകുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ചില ആളുകളുടെ സാന്നിധ്യത്തിൽ ചില ചെയ്തെന്ന് വരും എന്നല്ലാതെ അവനും അള്ളാഹുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞ നിലയിൽ സ്ഥാപിക്കുന്നില്ല. ഹി ലോസസ് ട്രസ്റ്റ് ഇൻ അല്ലാഹ് ആൻഡ് ഗോസ് എമംഗ് ദ ഡീവിയൻസ്. എന്നിട്ട് വഴി പിഴച്ചവരുടെ കൂടെ അവൻ സഞ്ചരിക്കാൻ തുടങ്ങും. വഴികെട്ടവരുടെ കൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങും. കാരണം അവനൊരു നിലപാടില്ല. അവൻ ഇങ്ങോട്ട് വേണമെങ്കിലും പോവും, അങ്ങോട്ട് വേണമെങ്കിലും പോവും, പുറകോട്ട് വേണമെങ്കിലും പോവും, മുന്നോട്ട് വേണമെങ്കിലും പോവും. ഒരു നിലപാട് ആ കാര്യത്തിലുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അവൻ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നവനാണ്, പൂഴി കനകനടി നടത്തുന്നവനാണ് എന്നുള്ള കാര്യം അല്ലാഹു തആലയ്ക്ക് നല്ലതുപോലെ അറിയാം. അത് പരീക്ഷിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ പരീക്ഷിച്ച് തീരുമാനമെടുക്കുന്നത് വരെ നിങ്ങളെ വിടത്തില്ല എന്നാണ് അല്ലാഹു. അല്ലാഹു ഷാൽ എവർ കീപ്പ് ഓൺ റിമൂവിങ് അൺഡിസൈറബിൾ പീപ്പിൾ. ഈ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ അല്ലാഹു തആല നീക്കം ചെയ്യും. അല്ലാഹു ഷാൽ എവർ കീപ്പ്, അല്ലാഹു തആല എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ റിമൂവിങ്, അവൻ നീക്കം ചെയ്യുകയാണ്. അൺഡിസൈറബിൾ പീപ്പിൾ, ഈ കൊള്ളാത്ത ആളുകളെ, ഈ വാക്ക് പാലിക്കാത്ത, ഈ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാത്ത
ദീനിൻ്റെ ശ്രേയസ്സിനും അന്തസ്സിനും വേണ്ടി നിലകൊള്ളാത്ത ഇത്തരം ആളുകളെ മെല്ലെ മെല്ലെ അള്ളാഹു തആല എന്ത് ചെയ്യുക, അൺഡിസൈറബിൾ പീപ്പിൾ, ഈ ആവശ്യമില്ലാത്ത ആളുകളൊക്കെ കളയും. ഫ്രം ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് പ്രോഫറ്റ്, അവൻ്റെ പ്രവാചകൻ്റെ ഇടയിൽ നിന്ന്. ആൻഡ് ഡിവൈൻ മാനിഫെസ്റ്റേഷൻ, ഈ ദൈവിക ദൃഷ്ടാന്തത്തിൽ നിന്നും അവരെ നീക്കം ചെയ്യും. ഫോർ ദ മോർ ഹി ട്രൈസ് സമൺ, അത് മാത്രമല്ല അള്ളാഹു തആല അവരെ ഒരുവനെ പരീക്ഷിക്കുന്നത്, ദ മോർ ഹി ഷാൽ സീ ദ റെസിസ്റ്റൻസ് ആൻഡ് ഫെയ്ത്ത് വിത്ത് വിച്ച് ഹി കൺഫ്രണ്ട്സ് ദ സിറ്റുവേഷൻ വിച്ച് അല്ലാഹ് ഹാസ് ലേഡ് ബിഫോർ ഹിം. അവൻ്റെ മുമ്പിൽ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവൻ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, അള്ളാഹിൻ്റെ തൃപ്തിക്കനുസൃതമായിട്ടാണോ അതോ അവൻ്റെ കണ്ണും നാക്കും മൂക്കും ചെവിയൊക്കെ മോശമായ നിലയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും അവിശ്വാസം രേഖപ്പെടുത്തുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ അനുസരിക്കുന്നു അതല്ല ധിക്കരിക്കുന്നു എന്ന് നോക്കും. ദ ബെറ്റർ ഫോം. ബട്ട് ഇഫ് ഹി ഷോസ് ഡിസൊബീഡിയൻസ്, അങ്ങനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കുന്നില്ല എങ്കിൽ, അവൻ അതിന് അനുസരണക്കേട് കാട്ടുകയാണെങ്കിൽ, ടു ഹിസ് കമാൻഡ്മെൻറ്റ്സ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ റിവാർഡ്സ്, അതുപോലെ എതിർക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചൊരു പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ അതിനെ എതിർക്കുകയാണ്. അല്ലാതെ അതിന് മറ്റൊരർത്ഥമൊന്നുമില്ല, അത് കാര്യമില്ല എന്ന്. എഗൻസ്റ്റ് അള്ളാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്, അപ്പോൾ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും എതിരായി നിൽക്കുകയാണ്. ദെൻ ദ ലോസ് ഈസ് ഹീസ്, എന്നാൽ അപ്പോൾ നഷ്ടം അവന് തന്നെയാണ് സംഭവിക്കുന്നത്. ദറ്റ് ഈസ് ദ നൗ കൺഫേംഡ് ഡിസ്ബിലീവർ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവരെ കൺഫേംഡ് ഡിസ്ബിലീവർ, അവർ അവിശ്വാസി തന്നെയാണെന്ന് ഉറപ്പിക്കത്തക്ക നിലയിലുള്ള എല്ലാ തെളിവുകളും അള്ളാഹു തആല ഉണ്ടാക്കുന്നു. അപ്പോൾ ഇപ്രകാരം പരീക്ഷണത്തിലും നിരീക്ഷണത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുക. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിലായിരിക്കുവാൻ അവൻ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് മാർഗദർശകമായും കൂട്ടായും ഉണ്ടായിരിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ അതിമനോഹരമായ ബാക്കി വിശദീകരണവും അടുത്ത വചനവുമായി അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണാം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.